അപ്പം ലക്ഷ്മിപ്രിയ ഇന്ന് എന്നോടൊപ്പമുണ്ട്. ലക്ഷ്മിപ്രിയ ഇപ്പോൾ സ്ഥാനാർത്ഥിയാണ്. അമ്മയുടെ വൈസ് പ്രസിഡന്റ് അതിനപ്പുറത്തേക്കൊരു സ്ഥാനാർത്ഥി ആയിരിക്കുകയാണ്. അതും എൻ ഡി എയുടെ ഭാഗമായിട്ട് 2020 സ്ഥാനാർത്ഥി പെരുമ്പാവൂരാണ് മത്സരം. ആദ്യം അഭിനന്ദനങ്ങൾ ലക്ഷ്മിപ്രിയ, ഒരു സ്ഥാനാർത്ഥിയായി വന്നിരിക്കുകയാണ്. പ്രതീക്ഷിച്ചതാണോ ഇത്? തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിരുന്നു. ഇത്ര പെട്ടെന്ന് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ എനിക്കറിയാമായിരുന്നു ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരും എന്നുള്ളത് എനിക്കറിയാമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു BJP ചായ്വോട് കൂടിയുള്ള മുന്നോട്ടുള്ള യാത്ര അത് തുറന്നു പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ എൻ ഡി എയുടെ ഭാഗമായി 2020 പോകേണ്ട വന്നത്. എന്താണ് അങ്ങനെ? 2020 തിരഞ്ഞെടുക്കുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. കാരണം മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളെ മനസ്സിലാക്കുകയും എന്താ പറയുക, ആർദ്രതയുള്ള ഹൃദയത്തോടു കൂടിയിട്ട് അതിനെ സമീപിക്കുകയും ചെയ്യാൻ കഴിവുള്ളവനാവണം ഒരു പൊളിറ്റീഷ്യൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാണ്ട് 60 കൊല്ലവും 70 കൊല്ലവും ഒക്കെ രാഷ്ട്രീയത്തിൽ എക്സ്പീരിയൻസ് അങ്ങനെയൊന്നും ആവശ്യമില്ല. മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് മാത്രം മതി. അപ്പോൾ 2020 സംബന്ധിച്ചിടത്തോളം അത്തരം അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളെയെല്ലാം അവർ വളരെ വർഷങ്ങളായിട്ട് കൈകാര്യം ചെയ്യുകയും എന്താ പറയുക, ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ കിഴക്കമ്പലം എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിലൂടെ അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇപ്പം മെഡിക്കൽ രംഗത്താണെങ്കിലും കുട്ടികളുടെ വിദ്യാഭ്യാസമാണെങ്കിലും നിത്യ ഉപയോഗിക്കുന്ന സാധനങ്ങളാണെങ്കിലും ജോലികളാണെങ്കിലും എല്ലാം ഒരു മനുഷ്യന് പ്രാപ്യമായിട്ടുള്ളത് എല്ലാം ചെയ്ത് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് അവർക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഈ നാട് ഭരിക്കുന്ന ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനും സാധിക്കുന്ന കാര്യങ്ങളായിരുന്നു. നിർഭാഗ്യവശാൽ കഴിഞ്ഞ 70 വർഷങ്ങളായിട്ട് അത്തരത്തിലൊന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ നരേന്ദ്രമോദി സർക്കാർ വന്നു കഴിഞ്ഞപ്പോഴാണ് ഭാരതത്തിൽ ഇത്രയധികം ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുള്ളത്. അത് നയതന്ത്ര കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ഇവിടെയുള്ള ആഭ്യന്തര കാര്യങ്ങളാണെങ്കിലും എല്ലാം എന്താ പറയുക, ഏറ്റവും മികച്ച രീതിയിൽ വിജയം കൈവരിച്ചിട്ടുണ്ട്. കേന്ദ്ര പദ്ധതികളെല്ലാം തന്നെ പൊതുജനങ്ങൾക്ക് ഇന്നിപ്പം കേന്ദ്ര പദ്ധതി എന്താണെന്നോ BJP സർക്കാർ എന്താണെന്നോ ഒന്നും നമുക്ക് ആരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യം പോലും ഇല്ല. മുൻപാണെങ്കിൽ നമ്മൾ ഒരുപാട് അതിനകത്ത് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ഈ പ്രചരണ വേദികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ പറയുമ്പോൾ കേന്ദ്രത്തിൻ്റെ പല പദ്ധതികളും അയ്യോ ഇത് കേന്ദ്രമാണോ കൊണ്ടുവന്നത്, ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ അല്ലേ എന്ന് നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പം അത്തരം പദ്ധതികളെല്ലാം കൊണ്ടുവന്ന ആ ഒരു സർക്കാരിനെ ഇത്തരം എന്താ പറയുക, ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ടെക്നോളജീസ് കൊണ്ട് ഏറ്റവും എന്താ പറയുക, പൊതുപ്രവർത്തന രംഗത്തെ കാര്യക്ഷമതയുള്ള ഒരു കൂട്ടം ആൾക്കാർ, അവരാണ് 2020 ആൾക്കാർ. അവർ രണ്ടുപേരും കൂടെ ചേരുമ്പോൾ തീർച്ചയായിട്ടും നരേന്ദ്രമോദി വിഭാവനം ചെയ്തിരിക്കുന്ന ഡബിൾ എൻജിൻ സർക്കാർ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഉടനെ തന്നെ പ്രാബല്യത്തിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അത് സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന വിശ്വാസം എനിക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ 2020 ചൂസ് ചെയ്യുന്നതിന് എനിക്ക് യാതൊരു എന്താ പറയുക, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, ആലോചനയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു പെട്ടെന്നാണ് ഒരു പ്രഖ്യാപനം വരുന്നത്. ഇത് എത്ര ദിവസം മുമ്പാണ് ഇങ്ങനെ ഒരു ചർച്ച തുടങ്ങിയത്? അതൊരു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചർച്ച ഉണ്ട്. നമ്മൾ സ്കെഡ്യൂൾസ് മാറ്റണം വരും എന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. സ്കെഡ്യൂൾസിനെ ചേഞ്ച് ചെയ്യുക, പിന്നെ നമ്മളുടേതായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള കൂടിയാലോചനകൾ, അങ്ങനെ പല ഘട്ടങ്ങളും കടന്നുപോയി. അതിനുശേഷമാണ് ഒരു ഡിക്ലറേഷൻ. പിന്നെ ഡിക്ലറേഷൻ വളരെ പെട്ടെന്നായിരുന്നല്ലോ. അതായത് നമ്മൾക്ക് പ്രഖ്യാപനം പെട്ടെന്നായിരുന്നു. നമുക്കെന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ ഷോർട്ട് ലിസ്റ്റാണ്. അത്ര നമുക്ക് ഷോർട്ട് ഡേയ്സ് മാത്രമേ നമ്മുടെ മുന്നിൽ പ്രവർത്തനത്തിനായിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കൂടെ ഉള്ളവരോട് പോലും പറയാതെ ഒരു സർപ്രൈസിങ് ആയിട്ടാണ് നമ്മൾ പ്രസ് മീറ്റും കാര്യങ്ങളിലേക്കൊക്കെ പോയത്. എനിക്കൊന്ന് പെരുമ്പാവൂരാണ്. പെരുമ്പാവൂർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എനിക്ക് തൊടുപുഴയാണ് എൻ്റെ വീട്. പെരുമ്പാവൂർ എനിക്കറിയാവുന്ന ഒരു ഏരിയ ആണ്. പെരുമ്പാവൂർ നല്ല രീതിക്ക് വോട്ടർമാർ ഒരു സ്ഥാനാർത്ഥി വിലയിരുത്തി വോട്ട് ചെയ്യുന്ന ഒരു മണ്ഡലമാണ്. കാലാകാലങ്ങളായിട്ട് അങ്ങനെ പോകുന്നതാണ്. കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലമായിരുന്നു. കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നും ഒരു കാലത്ത് CPM LDF പിടിച്ചെടുത്ത മണ്ഡലമാണ്. വീണ്ടും BJPയിലേക്ക് NDA സർക്കാരിലേക്ക് വേണ്ടിയാണ് ലക്ഷ്മിപ്രിയ പോണത്. തൊട്ടടുത്ത് തൃപ്പൂണിത്തുറയിൽ താമസം. പെരുമ്പാവൂരായിട്ടുള്ള ആത്മബന്ധം എന്താണ്? തൃപ്പൂണിത്തുറയിൽ സീറ്റ് കിട്ടാതെ വന്നതിലൊരു വിഷമം ഉണ്ടായിട്ടുണ്ടോ? തൃപ്പൂണിത്തുറ എന്നുള്ളത് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സീറ്റാണ്. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ 2 തവണയും BJP സർക്കാർ എൻ്റെ അടുത്ത്, BJP പ്രവർത്തകർ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു തൃപ്പൂണിത്തുറയിൽ മത്സരിക്കണമെന്ന്. അപ്പം മകള് തീരെ ചെറുതാണ്. ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും വരുന്ന കാര്യമല്ലല്ലോ, 5 വർഷം കൂടുമ്പോഴല്ലേ. ഒന്ന് അവൾ ജനിച്ച ആ ഒരു സമയത്ത്, അതിനുശേഷം പിന്നെ അവളുടെ വളർച്ചയുടെ ഘട്ടങ്ങളിലാണ്. അപ്പോൾ ഒരു 10 വയസ്സ് വരെ ഒരു അമ്മയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ പരിചരിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴാണ് നമ്മൾ അവളെ നോക്കാൻ
ഒരാളിനെ പോലും വെച്ചത്. അതുകൊണ്ട് തന്നെ അന്നൊന്നും നമുക്ക് മത്സരിക്കാനായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഈ തൃപ്പൂണിത്തുറ എന്ന് അവരിങ്ങനെ പറഞ്ഞിട്ടും പിന്നെ ഞാനിപ്പോൾ തൃപ്പൂണിത്തുറക്കാരി ആയല്ലോ, അതുകൊണ്ട് എനിക്ക് തൃപ്പൂണിത്തുറ എന്നതൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പെരുമ്പാവൂർ നിൽക്കണം, പാർട്ടി ഏതാണോ ആവശ്യപ്പെടുന്നത് അവിടെ നിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ വർക്ക് ചെയ്യുക, നമുക്ക് സുഗമമായിട്ട് കിട്ടുന്നിടത്തല്ലല്ലോ, നമ്മൾ കിട്ടാത്തടത്ത് നിന്ന് നമ്മൾ പൊരുതി ജയിക്കണം, അതിലാണല്ലോ കാര്യമുള്ളത്. എന്നെ സംബന്ധിച്ച് വളരെയധികം പോരാട്ട വീര്യം ഉള്ളിലുള്ള, അങ്ങനെ വളരെ നിലപാടുകൾ, വളരെ എന്താ പറയുക, വ്യക്തമായിട്ടുള്ള നിലപാടുകളും പറയുന്ന ഒക്കെ ഒരാളാണ്. അപ്പം എന്താ പറയാ, അപ്പം ആ ഒരു പോരാട്ട വീര്യം എൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് പെരുമ്പാവൂർ നിൽക്കാം എന്നത് എനിക്ക് കോൺഫിഡൻസിന് കുറവൊന്നും വരുത്തിയിട്ടൊന്നുമില്ല. ആ സമയത്ത് അയ്യോ തൃപ്പൂണിത്തുറ കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിച്ചത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അതിൽ വിഷമവും ഇല്ല. പിന്നെ എന്താ പറയാ, പെരുമ്പാവൂർ എന്ന് പറയുന്നത് തൊട്ടടുത്ത് തന്നെയാണല്ലോ. പെരുമ്പാവൂർ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്, നമുക്ക് തന്നെ അറിയാം. രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും സാംസ്കാരികപരമായിട്ടാണെങ്കിലും ഭൂപ്രകൃതി കൊണ്ടാണെങ്കിലും ഒക്കെ ഒരുപാട് ചരിത്രവും പൗരാണികതയും ഒക്കെ ഉള്ള സ്ഥലമാണ് പെരുമ്പാവൂർ. പക്ഷെ നിർഭാഗ്യവശാൽ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ആധുനിക കേരളത്തിനെ വെച്ച് നോക്കുമ്പോൾ പെരുമ്പാവൂർ എന്ന് പറയുന്നത് ഒരുപാട് പിന്നോക്കം പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനെ ഈ മാറി മാറി ഭരിച്ച സർക്കാർ ഒരു ഘടകം തന്നെയാണ് എന്ന് ഞാൻ ഉറക്കെ പറയും. കാരണം അതിഥി തൊഴിലാളികളായിട്ട് വന്നവർ തന്നെയാണ് പെരുമ്പാവൂരിനെ ഇത്ര ഒരു കറുത്ത കുത്ത് ആക്കി മാറ്റിയത് എന്നുള്ളത് കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യവും അത് തന്നെയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ മുന്നിൽ, അതായത് ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ നമ്മളുടെ ഇടയിൽ വന്നിട്ട് അവരങ്ങോട്ട് ഭരിച്ച് നമ്മളെ അങ്ങോട്ട് അടിമകളാക്കി വെച്ചതുപോലെയാണ് ഇപ്പം അതിഥി തൊഴിലാളികളായിട്ട് വന്നിട്ട് പിന്നെ അവരങ്ങോട്ട് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, ഡ്രഗ്സിൻ്റെ ഉപഭോഗമാണെങ്കിലും സ്ത്രീകളെ ഉപദ്രവിക്കുന്നതാണെങ്കിലും, നമ്മൾ പെരുമ്പാവൂർ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരുന്നത് പെരുമ്പാവൂർ ജിഷ വധക്കേസ് തന്നെയല്ലേ. അതായത് ഈ ചരിത്രവും പൗരാണികതയും സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നു പോവുകയാണ്. പെരുമ്പാവൂർ എന്ന് പറയുമ്പോൾ ജിഷ കൊല്ലപ്പെട്ട സ്ഥലമല്ലേ എന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പം നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് പെരുമ്പാവൂരിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിഥി തൊഴിലാളികളെ കൊണ്ടുള്ള ഡ്രഗ്സ് മാഫിയ, ഡ്രഗ്സ് പരസ്യമായിട്ട് ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല. പിന്നെ എയ്ഡ്സിൻ്റെ പിന്നെ എന്താ പറയുക, അളവ് വളരെയധികം കൂടിയിരിക്കുന്നു, വ്യാപനം വളരെയധികം കൂടിയിരിക്കുന്നു. അപ്പം ഇത്തരം പ്രശ്നത്തിനെ തന്നെയാണ് ആദ്യം തടയിടേണ്ടത്. അപ്പോൾ പിന്നെയാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. അതായത് ഒരു സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്, അല്ലേ? നമുക്ക് കുടുംബത്താണെങ്കിലും എവിടെയാണെങ്കിലും സമാധാനം, സ്വാസ്ഥ്യം എന്ന് പറഞ്ഞത് ഉണ്ടാവണം. എന്നാലേ നമുക്ക് കഴിക്കാനും കുടിക്കാനും ഒക്കെ തോന്നുള്ളൂ, അല്ലേ? നല്ല വാഹനത്തിലൂടെ സഞ്ചരിക്കണമെങ്കിൽ നമുക്ക് നല്ല റോഡ് ഉണ്ടാവണം, കുടിക്കാൻ നല്ല വെള്ളം ഉണ്ടാവണം, കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാവണം. പക്ഷെ അത് നാളെ എന്നൊരു സ്വപ്നം വരുമ്പോഴാണ്. ഇന്ന് എന്ന് പറഞ്ഞിട്ട് ആ സ്വപ്നം അതിഥി തൊഴിലാളികൾ ഇത്തരം കാര്യങ്ങളിലൂടെ ഹനിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിനാണ് ആദ്യം പരിഹരിക്കേണ്ടത്, എന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് കടന്നു പോകേണ്ടതുള്ളൂ എന്നാണ് ഞാൻ അവിടുത്തെ വോട്ടർമാരോട് സംസാരിക്കുമ്പോഴും ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതും ന്യൂസിലും കാര്യങ്ങളിലും ഒക്കെ വായിച്ച് മനസ്സിലാക്കുന്നതും ഒക്കെ അതുതന്നെയാണ്. അതിനുള്ളൊക്കെ ഒരു പോരാട്ടമായിരിക്കും. തീർച്ചയായിട്ടും. കാരണം ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു അമ്മയാണ്. ഈ ഡ്രഗ്സിൻ്റെ ഉപയോഗം ഏറ്റവും കൂടുതൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, എറണാകുളം ജില്ലയിൽ തന്നെ 147 സ്കൂളുകളിൽ ഡ്രഗ്സ് മാഫിയ ഉണ്ട് എന്നത് ഒരു പോലീസിൻ്റെ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു. ഞാൻ തന്നെ, എനിക്കൊരു 10 വയസ്സുള്ളൊരു കുഞ്ഞുള്ളതാണ്. അപ്പം നാളെ അവളും ഇതിൻ്റെ പിടിയിൽ പെടുമോ എന്നുള്ളൊരു ഭയം വരും. പിന്നെ എന്തുമാത്രം കൊലപാതകങ്ങളാണ് ഡ്രഗ്സ് കൊണ്ടുണ്ടായിട്ടുള്ളത്, അല്ലേ? അപ്പം അത്തരം കാര്യങ്ങൾ തടയിടേണ്ടത് തന്നെയാണ് അത്യാവശ്യം. അതിന് എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ഏകോപനം, പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ജനപ്രതിനിധികളുടെയും തദ്ദേശവാസികളുടെയും എല്ലാവരുടെയും കൂടെ കൂട്ടായ്മയിൽ ഒരു പ്രവർത്തനം ആവശ്യമാണ്. അതൊരു വലിയ അജണ്ടയാണ്, വലിയൊരു ടാസ്ക്കാണ്. അത് കഴിഞ്ഞിട്ടേ അടുത്ത സ്റ്റെപ്പിലേക്ക് എന്തായാലും പോവുള്ളൂ. അമ്മയുടെ ഒരു ശക്തിയായ ഒരു വൈസ് പ്രസിഡൻ്റാണ് അമ്മ. ഭാരവാഹികളൊക്കെ ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചിട്ടുണ്ടാകും. അമ്മയുടെ ഒരു പിന്തുണ എന്ന് വെച്ചാൽ രാഷ്ട്രീയം, എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. നമ്മുടെ രാഷ്ട്രീയമായിരിക്കും മറ്റുള്ള. പക്ഷെ അമ്മയിൽ നിന്നുള്ളൊരു പിന്തുണയൊക്കെ എങ്ങനെയാണ്? ഒരു സ്ഥാനാർത്ഥിയിലപ്പുറം ഒരു കലാകാരി എന്നുള്ളൊരു പിന്തുണ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? സ്ഥാനാർത്ഥി കലാകാരി എന്നതിനേക്കാൾ അപ്പുറം ഒരു വൈസ് പ്രസിഡൻ്റ് ആയിട്ടിരുന്നപ്പോൾ അമ്മയിലെ അമ്മമാർക്ക് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. അമ്മയിലെ അമ്മമാരെ എല്ലാവരും കൂടെ കൂട്ടി യോജിപ്പിക്കാനും അവർക്ക് വേണ്ടിയിട്ട് നിൽക്കാനും അവർക്ക് എന്നിലൊരു ഭയങ്കരമായ ട്രസ്റ്റ്, വിശ്വാസം ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ പിന്നെ എൻ്റെ നല്ല
പെരുമാറ്റം കൊണ്ടായിരിക്കും ഇത്രയും മികച്ച ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ഞാൻ വൈസ് പ്രസിഡൻ്റായിട്ട് വന്നിട്ടുള്ളതും. എനിക്ക് ആ ഒരു ഹൃദയമുണ്ടെന്നും ആർദ്രതയുള്ളൊരു ഹൃദയമുണ്ട്, അവരുടെ പ്രശ്നങ്ങളെ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയുമെന്ന് അവർക്ക് തോന്നിയിട്ടായിരിക്കും. അമ്മമാരുടെ വോട്ട് കൊണ്ട് തന്നെയാണ് ഞാൻ ജയിച്ചിട്ടുള്ളതെന്നറിയാം. അപ്പോൾ അത്തരത്തിലുള്ള അമ്മമാരുടെ ഭയങ്കരമായ സപ്പോർട്ട് എനിക്ക് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, കുടുംബയോഗങ്ങളിലാണെങ്കിലും ഒക്കെ. പിന്നെ ഞങ്ങളുടെ പാനൽ, ഞങ്ങളുടെ 17 അംഗ കമ്മിറ്റിയെ പറ്റി പറയാനാണെങ്കിൽ ഞങ്ങൾ 17 പേർക്ക് ഞാൻ പറയും 18 തരം രാഷ്ട്രീയമുള്ള ആൾക്കാരാണ് എന്ന് പറയും. പക്ഷെ എന്നാലും രാഷ്ട്രീയം നോക്കാണ്ട് എല്ലാവരും എന്നെയും, അഞ്ജലിയും ഉണ്ടല്ലോ, അഞ്ജലി മത്സരിക്കുന്നുണ്ടല്ലോ, അപ്പം എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ താമസമാക്കണം, അതിന്റെ നടപടിക്രമങ്ങളൊക്കെ എന്തായി? പെരുമ്പാവൂരുകാരിയായി മാറണം ഉടനെ. അതെ, തീർച്ചയായിട്ടും. അതിപ്പോൾ ജയിച്ചാലും തോറ്റാലും സ്മൃതി ഇറാനിയൊക്കെ അമേഠിയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്തിരുന്നത്? നമ്മൾ ജനത്തിന് വേണ്ടിയിട്ട് എന്താ പറയുക, പൊതുപ്രവർത്തനം ചെയ്യാനായിട്ട് കഴിവുള്ളവരാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിവുള്ളവരാണ് എന്ന് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം അല്ലേ? അപ്പം അത്തരത്തിലൊരു ഇതിൻ്റെ ഭാഗമായിട്ട് 2020 ചെയ്തു വെച്ചതിൻ്റെ ബാക്കിയാണ് എനിക്ക് ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും അതെനിക്കറിയാം. പക്ഷേ കിഴക്കമ്പലം എന്ന് പറയുന്നത് പെരുമ്പാവൂരിൻ്റെ ഭാഗമല്ല, കുന്നത്ത് നാടിൻ്റെ ഭാഗമാണ്. അപ്പോൾ എന്നാലും പെരുമ്പാവൂർ എന്ന് പറയുന്നത് അയൽവക്ക ഗ്രാമമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം, 2020യുടെ പ്രവർത്തനങ്ങളെ പറ്റി കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ആ ഒരു ധാരണയുണ്ട്. അപ്പോൾ 2020യുടെ ഒരു തുടർച്ചയായിട്ട് എനിക്ക് പോയാൽ മതിയാവും. പക്ഷേ എന്നാലും ജയിച്ചാലും തോറ്റാലും ഞാൻ ആ മണ്ഡലത്തിലുണ്ടാവും. സുരേഷ് ഏട്ടൻ ഞാൻ തൃശ്ശൂർ ഇങ്ങ് എടുക്കുക എന്ന് പറഞ്ഞതുപോലെ പെരുമ്പാവൂർ ഞാനിങ്ങ് എടുക്കുവാണ് ശരിക്കും. അപ്പോൾ നാളെ താമസം അങ്ങോട്ട് മാറുകയാണ്. പെരുമ്പാവൂർ വീട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ അവിടെ താമസിക്കും. പക്ഷേ ഇതാണ് നമ്മുടെ സ്വന്തം വീട്, തൃപ്പൂണിത്തുറയാണ്. പക്ഷേ മണ്ഡലത്തിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ പെരുമ്പാവൂർ ഇലക്ഷൻ കോതയിലേക്ക് ഇറങ്ങിയാണ്. അമ്മയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും അതിനപ്പുറം ഒരു കലാകാരി എന്ന നിലയിലും രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാളെന്ന നിലയിലും എല്ലാവിധ ഭാവുകളും നേരുന്നു. നമുക്ക് ഇനി ജയം കഴിഞ്ഞിട്ട് കാണാം. ഇടയ്ക്ക് നമ്മൾ കാണുന്നുണ്ടാവും. തീർച്ചയായിട്ടും. താങ്ക് യു ഏട്ടാ, താങ്ക് യു.